ഈ ചെടീനെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു വീട്ടുമുറ്റത്ത് ഇത്തരം ഒരു ചെടി ഉണ്ടായാൽ നമ്മളെ വീട് നമ്മളെ കുട്ടികളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഈ പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ പാറി വന്ന് പൂമ്പാറ്റകളെ ഇങ്ങനെ കാണുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാക്കാൻ കഴിയും. ആ കുട്ടികൾ ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിയാന്നുള്ളൊരു ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അനുഭവമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ചെടീനെ എങ്ങനെ നമ്മളെ വീട്ടുമുറ്റത്ത് എത്തിക്കാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. ഇതേ ചെടികൾ നമ്മൾ ഒരുപാട് ചെടികൾ വെക്കുന്നുണ്ട്, ഇലച്ചെടികൾ വെക്കുന്നുണ്ട്, പൂച്ചെടികൾ വെക്കുന്നുണ്ട്, എല്ലാം വെക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ പൂമ്പാറ്റകൾ പാറി നടക്കുന്ന ഒരു വീട്ടുമുറ്റത്ത് ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും. ഇതൊന്നല്ല കേട്ടോ, ഇത് ഇപ്പം നമ്മളിതിൻ്റെ നേരെ ഇവിടെ വന്ന് നിന്നുകൊണ്ട് പൂമ്പാറ്റകളൊക്കെ അകലത്തേക്ക് പോയതാണ്. കണ്ടമാനം പൂമ്പാറ്റകൾ വരുന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ മുകളിൽ 100-200 പൂമ്പാറ്റിനൊക്കെ ഞാൻ കണ്ട സമയമുണ്ട്. ഈ ചെടീൻ്റെ പേര് റെറ്റിൽഫീഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. കിളിക്കാപ്പെട്ടി എന്നുള്ള പേരിലാണ് പൊതുവേ നമ്മുടെ നാടുകളിൽ കാലങ്ങൾക്ക് മുന്നേ അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഈ ചെടീനെ പലപ്പോഴും നിങ്ങൾ കണ്ടിരിക്കും, നമ്മുടെ നാടുകളിലൊക്കെ പല സമയങ്ങളിലും കണ്ടതാണ്. ഇതിന് പൂമ്പാറ്റകളെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു ചെടി കൂടിയാണിത്. അതിൻ്റെ മുകളിൽ നന്നായിട്ട് പൂമ്പാറ്റകൾ വരും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പൂമ്പാറ്റ ഇരിക്കുന്നതാണ്. ഈ നീലക്കടുവ എന്ന് പറയുന്ന ഈ പൂമ്പാറ്റ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരം ഒരു ചെടിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. ഇതിൻ്റെ ഇവിടെ വന്ന് ഇതിൻ്റെ നീരൂറ്റി കുടിച്ച് പ്രജനനം ഇവിടെ തന്നെ നടത്തി, അതായത് കൂടുതൽ കാലം ജീവിക്കുന്ന ഒരു സാധനമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നിലനിർത്തിയാൽ, ഈ ചെടീനെ നിലനിർത്തിയാലേ ഈ പൂമ്പാറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഈ പൂമ്പാറ്റ പൊതുവേ വരുന്നത് ഇതിൻ്റെ പൂക്കൾ ആകർഷിച്ചുകൊണ്ടല്ല, ഇതിൻ്റെ ഈ ഇലൻ്റെ മുകളിൽ നിന്നും ഒരു നീര് കുടിക്കുന്നതിനാണ് ഈ പൂമ്പാറ്റ ശ്രമിക്കുന്നത്. നമ്മളിതിൻ്റെ അടുത്ത് നിന്ന് കണ്ടാൽ ഞാൻ ഒരാഴ്ചയായിട്ട് ഇത് നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ചെടിയിലും ഞാൻ ഇതിനെ കണ്ടത് പൂവിൻ്റെ മുകളിലേക്ക് ഇത് എത്തുന്നതിനേക്കാൾ കൂടുതൽ ഇലൻ്റെ മുകളിലിരുന്ന് ഇലൻ്റെ നീര് കുടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ ഇലേനെ ആകർഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ പൂമ്പാറ്റ വരുന്നത്. നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് തന്നെ പൂക്കളൊക്കെ ആവുന്നൊരു സമയത്ത് കൂടിയാണ് ഇത് വരുന്നത് എന്നുള്ളത് കൊണ്ട് പൂക്കൾ ആകർഷിച്ച് വരും എന്ന് തോന്നും. ഇതിൻ്റെ കുട്ടികളൊക്കെ ആവും. അതേസമയം ഈ പൂമ്പാറ്റ നശിക്കും. ഈ ചെടിയും 6 മാസം കഴിഞ്ഞ് ഈ ചെടി നശിക്കപ്പെടുന്നുണ്ട് കേട്ടോ. വല്ലാതെ കാലം തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ചെടിയല്ല, ഒരു സീസണിൽ ഇത് നശിച്ചു പോകുന്നുണ്ട്. അപ്പം ആ ചെടീൻ്റെ വിത്തുകളെ ശേഖരിച്ച് വെച്ച് നമുക്ക് വീണ്ടും ഇത് തൈകളാക്കി മാറ്റാൻ കഴിയും. പിന്നെ ഇതിൻ്റെ വിത്ത് പൊട്ടിത്തെറിച്ച് ഇതിൻ്റെ അടിയിലൊക്കെ തൈകളുണ്ടാവും. ഇതിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇതിൻ്റെ വിത്തുകൾ പൊട്ടിത്തെറിച്ച് തൈകൾ ഉണ്ടായി വരുന്നുണ്ട്. അതേസമയം ഇത് ഇതൊരു കൂടുതൽ ആളുകൾക്ക് തൈകൾ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി ഇത് മുളപ്പിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ട്രയലിട്ട് വിത്തിട്ട് മുളപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് 98 വിത്തിട്ടിട്ട് ആകെ മുളച്ചത് 6-7 തൈകളാണ്. അപ്പോൾ അങ്ങനെ മുളച്ച് വരുന്നില്ല അത്. അതേസമയം നിലത്ത് വീഴുന്ന ചെടികൾ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒറ്റപ്പെട്ട്. അതുകൊണ്ട് ഒരു 6-8 മാസമൊക്കെ കഴിയുമ്പോഴാണ് പലപ്പോഴായിട്ട് മണ്ണിൽ നിന്നും മുളച്ച് വരുന്നതായിട്ട് കാണുന്നത്. ഇത്തരമൊരു ചെടീനെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇതിൻ്റെ വിത്തോ തൈകളൊന്നും ഇപ്പോൾ ഞങ്ങളുടെ നിലവിൽ കയ്യിലില്ല. ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന വിത്തുകൾ, ഇതിൻ്റെയൊക്കെ മുകളിൽ അതൊക്കെ ഇപ്പം കായകളായി മാറി. അതിൻ്റെ മുകളിൽ നല്ല കായകളുണ്ട്, കായായി മാറുന്നുണ്ട്. പിന്നെ ഇതിന് തന്നെ ഇതിൻ്റെ കായാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? ഇത് കായാണ്. ഇത്തരം കായലൊക്കെ തന്നെ ഒരുപാട് വിത്തുണ്ട് കേട്ടോ. ഒരു 25ഓളം വിത്തുകളൊക്കെ ഒരു കായയിൽ വരുന്നത് കാണാം. ഒരു കായ പൊട്ടിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരം വിത്ത് ഇത് നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് ഇവിടുന്ന് കൊണ്ടുപോയി ഉണ്ടാക്കി നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ഇത് വിഷാംശം എന്നുള്ള ഒരു മണ്ണിലേക്ക് പൊതുവേ പൂമ്പാറ്റകളെ കാണാറില്ല. പൂമ്പാറ്റയും തേനീച്ചയൊക്കെ തന്നെ അത്തരം ഒരു സ്ഥലത്തു നിന്ന് മാറിയിട്ട് ആണ് കാണുന്നത്. ഇതിൻ്റെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ ആദ്യം കാണുന്നത്. ഈ പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി നടക്കുന്ന ഒരു ഫോട്ടോ എൻ്റെ ഒരു സുഹൃത്താണ് കിട്ടുന്നത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു പറഞ്ഞാൽ ഇതിൻ്റെ തൈ അവിടെ കിട്ടുമെന്നൊരു അന്വേഷണം നടത്തി. അങ്ങനെ ഒരു ചെറിയൊരു വിത്ത്, ഇതിൻ്റെ ഇതുപോലൊരു വിത്താണ് എനിക്ക് കിട്ടുന്നത്. ആ വിത്തിൽ നിന്ന് ഞാൻ തൈ മുളപ്പിച്ചെടുത്ത് അതിൽ നിന്നുണ്ടായ തൈകളാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ കുറച്ച് 5-8 തൈകളുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഇത് ഞാൻ എത്തിപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ഇത് ഇത്തരം പൂമ്പാറ്റകളൊക്കെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളെ വീട്ടുമുറ്റത്ത് ഇത്തരം പൂമ്പാറ്റകളൊക്കെ പാറി നടക്കും, നമ്മളെ കുട്ടികളിൽ ഉണ്ടാകുന്ന സന്തോഷം പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഇതിൽ പങ്കാളികളാകാം. ആർക്കെങ്കിലും ഇതിൻ്റെ വിത്ത് വേണമെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുപോകാം. അല്ലാതെ തൈ കൊടുക്കുക എന്നുള്ള രീതിയൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും ഇത് ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന വിത്ത് നമുക്ക് തരാൻ കഴിയുന്ന ഒരു അവസ്ഥ ഞാൻ നോക്കാം. ഇത് ഞങ്ങളൊരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല ഇതിനെ കാണുന്നത്. ഒരു ആളുകളെ പരിചയപ്പെടുത്തി ആർക്കെങ്കിലും അതിന് താല്പര്യമുള്ള ആളുകൾ ഇത്തരമൊരു പൂമ്പാറ്റിനൊക്കെ തന്നെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. അത്തരം ആളുകൾക്ക് ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന വിത്തുകൾ എത്തിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ആലോചിക്കാം. അത്തരം കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ.